ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവയടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഗുഡ് ഈവനിങ് എവരിബഡി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലെബോട്ടമിയിലെ ടോപ്പിക് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് ഇതൊക്കെ ഫെമിലിയറായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു ബ്ലഡ് ഡൊണേഷന്റെ പ്രൊസീജിയർ വരുമ്പോൾ ഡോണറിന്റെ എന്തെല്ലാം ആസ്പെക്ട്സ് നോക്കണം, എങ്ങനെയാ ബ്ലഡ് സ്റ്റോർ ചെയ്യണം, ഇതൊക്കെയാണ് ബ്ലഡ് ഡൊണേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ആദ്യമേ തന്നെ ബ്ലഡിന്റെ കമ്പോണൻസ്. There are 4 basic components that compose human blood: plasma, red blood cells, white blood cells, platelets. അറിയാവുന്ന കാര്യമാണ്. ബ്ലഡിന്റെ ലിക്വിഡ് കമ്പോണന്റിന്റെ പ്ലാസ്മ എന്ന് പറയും. അല്ലാതെ ഫോംഡ് എലിമെന്റ്സ് ഉണ്ട്, അതാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇനി ബ്ലഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ 55% പ്ലാസ്മയാണ്, ലെസ് ദാൻ 1% പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ല്യൂക്കോസൈറ്റ്സ്, അബൌട്ട് 45% എറിത്രോസൈറ്റ്സ്, RBCs ആണ് കൂടുതൽ. ഇനി പ്ലാസ്മയിൽ തന്നെ മോസ്റ്റ്ലി 90% ഓഫ് പ്ലാസ്മയും വാട്ടർ ആണ്. പിന്നെ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട്. അപ്പൊ ഈ തരത്തില് പ്ലാസ്മ എന്ന് പറയുന്ന ലിക്വിഡ് പോർഷൻ വിച്ച് കണ്ടെയ്ൻസ് പ്രോട്ടീൻസ്, ഇലക്ട്രോലൈറ്റ്, ഡിസോൾവ്ഡ് ഗ്യാസസ് ആൻഡ് ഫോംഡ് എലിമെന്റ്സ്. അതിനകത്ത് മെജോറിറ്റി എറിത്രോസൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ RBC ആണ്, ബാക്കി WBC, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടെ ചേരുന്നതാണ് ബ്ലഡ്. Red blood cells, these carry oxygen to tissues in body and are commonly used in treatment of anemia. Red blood cells represent 40 to 45% of blood volume. They are generated from your bone marrow at the rate of 4 to 5 billion per hour. They have a life cycle of 120 days in the body. ഇതൊക്കെ അറിയാവുന്ന കാര്യം, ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. നമുക്ക് പിന്നീട് ബ്ലഡ് ഡൊണേഷൻ പഠിക്കുമ്പോൾ ഓരോ കമ്പോണൻസ് ആയിട്ട് മാറ്റി മാറ്റി ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ഇതുകൊണ്ട്, അതായത് ഹോൾ ബ്ലഡ് ആയിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യാതെ കമ്പോണൻസ് ആയിട്ടും കൊടുക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഓരോ കമ്പോണൻസ് ചെയ്ത് നമ്മൾ എടുത്ത് നോക്കുന്നത്. അറിയാവുന്ന കാര്യം ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. They have a life cycle of about 120 days. Plasma. Plasma is the liquid portion of blood. Plasma is yellowish in color, made up mostly of water but contains proteins, sugar, hormone and salts. It transports water and nutrients to body tissues. Platelets. Platelets are an amazing part of your blood. Platelets are smallest of our blood cells and literally look like small plates in their non-active form. ഏറ്റവും ചെറിയ സൈസുള്ള സെൽസ് ആണ് platelets. Platelets control bleeding. Wherever a wound occurs, blood vessel will send out a signal. Platelets receive the signal and travel to the area and transform into their active formation, growing long tentacles to make contact with vessels and form clusters to plug the wound until it heals. നമുക്ക് ഫൈബ്രിൻ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നൊക്കെ അറിയില്ല, ക്ലോട്ടിങ്ങിന്റെ മെക്കാനിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. They help the blood to clot and are used in treatment of leukemia and other forms of cancer. White blood cells. These cells help to fight infection and aid in the immune process. Although white blood cells, leukocytes, only account for 1% of blood, they are very important. White blood cells are essential for good health and protection against illness and diseases. Like red blood cells, they are constantly being generated from bone marrow. They flow through the bloodstream and attack foreign bodies like viruses and bacteria. They can even leave the bloodstream to extend the fight into tissue. ഫങ്ഷൻസ്. ഇതൊക്കെയാണ് ബ്ലഡിന്റെ കമ്പോണൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബ്ലഡ് ബാങ്കിങ് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയുണ്ട്? ബ്ലഡ് ഡോണർ സെലക്ഷൻ, ഡോണർ പ്രീ കൗൺസിലിംഗ്, ഡോണർ ബ്ലഡ് കളക്ഷൻ, ഡോണർ പോസ്റ്റ് കൗൺസിലിംഗ്, ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് സ്റ്റോറേജ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആക്ച്വൽ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് മുൻപ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത് ബ്ലഡ് ഡോണർ സെലക്ഷൻ. ഡൊണേറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ, ആ ആളെ സെലക്ട് ചെയ്യണം. ഡോണർ പ്രീ കൗൺസിലിംഗ്, അതായത് നമ്മൾ ഡോണറിന്
ബ്ലഡ് കൊടുക്കുന്നതിന് മുൻപ് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില ഇൻസ്ട്രക്ഷൻസും കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെ ഡോണറിന്റെ ബ്ലഡ് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ബ്ലഡ് ട്രാൻസ്ഫർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. ബ്ലഡ് ഡോണർ സെലക്ഷൻ, നല്ലൊരു ഡോണറിനെ സെലക്ട് ചെയ്യണം. ഡോണർ പ്രീ കൗൺസിലിംഗ്, ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് അയാൾക്ക് കൊടുക്കേണ്ട സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രീ കൗൺസിലിംഗ്. ഡോണർ ബ്ലഡ് കളക്ഷൻ, ബ്ലഡിനെ ഏത് രീതിയിൽ കളക്ട് ചെയ്യണം എന്നുള്ളതാണ് ബ്ലഡ് കളക്ഷൻ. ആ കളക്ട് ചെയ്ത ബ്ലഡിനകത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അതുപോലെ ഡോണർ പോസ്റ്റ് കൗൺസിലിംഗ്, അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ആ ബ്ലഡ് ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ന കുഴപ്പം കൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത് ആ ഡോണറിനെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എടുക്കാൻ അയാളെ അവെയർ ആക്കുകയും ചെയ്യണം. കൂടാതെ നിങ്ങൾ ഒരു ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽത്തിന് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത ഡൊണേഷൻ എത്ര സമയത്തുള്ളിൽ ചെയ്യാൻ പറ്റും, ആ തരത്തിലുള്ള അവയർനെസ് കൊടുക്കുന്നതാണ് ഡോണർ പോസ്റ്റ് കൗൺസിലിംഗ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഡോണറിന്റെ ബ്ലഡ് റിസീവറിന് കൊടുക്കാൻ എല്ലാ രീതിയിലും ഫിറ്റ് ആണോ അല്ലയോ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, മാച്ചിങ് ഒക്കെ നോക്കുന്നതാണ് ബ്ലഡ് ടെസ്റ്റുകൾ. അടുത്ത ബ്ലഡ് സ്റ്റോറേജ്, അതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആക്ച്വൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബോഡിയിൽ നിന്ന് വേറൊരാളുടെ ബോഡിയിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന ആക്ച്വൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? എനിക്ക് സ്ക്രീൻ കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒരാൾക്ക് മാത്രമാണോ കുഴപ്പം? എന്താന്ന് നോക്കൂ കേട്ടോ. എന്തെങ്കിലും കണക്ഷൻ ഇഷ്യൂ ആണോ എന്ന് നോക്കൂ. കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ബ്ലഡ് ഡോണർ സെലക്ഷൻ. The purpose of donor selection is to assess the suitability of an individual to be a blood donor. ഒരു വ്യക്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആണോ അല്ലയോ. So that blood donation is safe for donor and blood products received from this donation are safe for recipients. ഇപ്പം ഒരാൾ ഭയങ്കര വീക്ക് ആണെങ്കിൽ അയാളിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് അയാൾക്ക് സേഫ് ആയിരിക്കില്ല. അതേപോലെ ബ്ലഡിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് നമ്മൾ റെസിപ്പന്റിന് കൊടുക്കുമ്പോൾ റെസിപ്പന്റിന് സേഫ് ആയിരിക്കും. അത് രണ്ടുപേർക്കും സേഫ് ആയിരിക്കണം ഡൊണേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് ഡോണറിന്റെ ഹെൽത്തിനൊന്നും പറ്റാൻ പാടില്ല. അതേപോലെ ബ്ലഡ് കിട്ടുന്നത് കൊണ്ട് റിസീവറിന്റെ അല്ലെങ്കിൽ റെസിപ്പന്റിന് ഒരു അബ്നോർമാലിറ്റിയും ഒരു ഡിസീസും ഉണ്ടാവാൻ പാടില്ല. Donor selection process should be carried out in accordance with written standard operating procedures. എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്ന്, well-being. Donor shall be in good health, mentally alert and physically fit and not be inmates of jail or any other confinement. ഫിസിക്കലി നല്ല ഹെൽത്തി ആയിരിക്കണം, മെന്റലി നല്ല അലേർട്ട് ആയിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ഒരിക്കലും ജയിലിൽ ഒരു ഇൻമേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഇപ്പം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് നമ്മൾ അവരെ അങ്ങനെ ഒരു സ്ഥലത്ത് കൺഫൈൻ ചെയ്തേക്കാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒന്നും ബ്ലഡ് ഡൊണേഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നില്ല. ഫിസിക്കലി മെന്റലി എല്ലാം നല്ല അലേർട്ട് ആയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഏജ്, മിനിമം ഏജ് 18 years, മാക്സിമം ഏജ് 65 years. ഓക്കെ, മിനിമം 18, മാക്സിമം 18 to 65. ഇനി ഫസ്റ്റ് ടൈം ഡോണർ ഷാൽ നോട്ട് ബി അബവ് ദി ഏജ് ഓഫ് 60 years. ഒരാള് ഇതുവരെയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് അയാൾ ഡൊണേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ 60 years നമ്മൾ 65 years വരെ നമുക്ക് ബ്ലഡ് എടുക്കാമെങ്കിലും ഒരാൾ ഇതുവരെയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും 60 years മേലുള്ള ആൾക്ക് ബ്ലഡ് ഡൊണേഷൻ സ്വീകരിക്കാൻ പാടില്ല. ഫോർ റിപ്പീറ്റ് ഡോണർ അപ്പർ ലിമിറ്റ് 65. റിപ്പീറ്റ് ഡോണറിനാണെങ്കിൽ നമ്മൾ 65 years വരെ ടൈം കൊടുക്കാൻ പറ്റും. ഫോർ അഫാരിസിസ് ഡോണറിന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18 to 60. അഫാരിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡിന്റെ ഒരു കമ്പണന്റ്, പ്ലേറ്റ്ലെറ്റ്സ് മാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പണന്റ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 60 years ആണ്. ഒരു കമ്പണന്റ് മാത്രമായിട്ട് എടുക്കുകയാണ്, അതായത് നോർമലായിട്ട് ബ്ലഡ് എടുക്കാനും ബ്ലഡിന്റെ ഏതൊരു കമ്പണന്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന്റെ അപ്പർ ഏജ് ഗ്രൂപ്പ് 60 years ആയിരിക്കും. നോർമൽ ഡൊണേഷൻ ഏജ് ഗ്രൂപ്പ് 18 to 65 years. അതിൽ നിങ്ങൾ 60 years ആയിട്ട് ഇതുവരെ ഡൊണേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം ഡോണർ ഷുഡ് ബി ലെസ് ദാൻ 60 years of age. ആ ഫാറ്റ്സ് ബ്ലഡിൽ നിന്ന് ഒരു കമ്പോണന്റ് മാത്രം എടുക്കുന്നത്, ഹോൾ ബ്ലഡ് അല്ല. നമുക്ക് വേണ്ടത് പ്ലേറ്റിൽ ആണെങ്കിൽ പ്ലേറ്റ് മാത്രം, ക്ലാസ് മാത്രം, അങ്ങനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഏജ് ഗ്രൂപ്പ് 18 to 60 ഇടയിലായിരിക്കും. 65 എന്ന അപ്പർ ലിമിറ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. വെയിറ്റ്
350 ml വരെ ബ്ലഡ് എടുക്കാനാണെങ്കിൽ 45 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കണം. അഫാരസിന് മിനിമം 50 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കണം. അഫാരസിസ് എന്ന് പറയുന്നത് നമ്മൾ ഹോൾ ബ്ലഡ് അല്ല, ഏതെങ്കിലും ഒരു കമ്പണന്റ് മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ മിനിമം വെയിറ്റ് 50 കിലോഗ്രാം ആയിരിക്കും. ഇനി ഡൊണേഷൻ ഇന്റർവൽ ഫോർ ഹോൾ ബ്ലഡ് ഡൊണേഷൻ once in 3 months 90 days for males and 4 months 120 days for females. അതായത് ഒരു പുരുഷനാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് അയാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത 3 മാസം കഴിഞ്ഞ് 90 ഡേയ്സ് കഴിഞ്ഞ് അയാൾക്ക് വീണ്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, ഇന്ന് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 4 മാസം അല്ലെങ്കിൽ 120 ഡേയ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾക്ക് എല്ലാ മാസവും നമ്മൾ 18 to 65 ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകൾ എടുക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് എല്ലാ മാസവും മെൻസ്ട്രേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഒരു ബ്ലഡ് ലോസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൂടെ കൺസിഡർ ചെയ്താണ് 4 months ഗ്യാപ്പ് ഇന്റർവൽ ആയിട്ട് പറയുന്നത്. Blood pressure 100 to 140 mmHg systolic and 60 to 90 mmHg diastolic with or without medication. അതായത് 100/60 mmHg തൊട്ട് 140-90 mmHg വരെ പോകാം. അതായത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 100 to 140 mmHg വരെയും ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 60 to 90 mmHg വരെയും പോകാം വിത്തൗട്ട് മെഡിക്കേഷൻ. ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് പ്രഷറിന്റെ, പക്ഷെ പ്രഷർ കൺട്രോളാണ്, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. മെഡിസിൻ എടുത്താലും എടുത്തില്ലെങ്കിലും കൺട്രോളിൽ അല്ലെങ്കിൽ പറ്റില്ല. പൾസ് 60 to 100 beats per minute നോർമൽ പൾസ് ആയിരിക്കണം. ടെമ്പറേച്ചർ പറയുമ്പോൾ ഫെബ്രൈൽ, അതായത് ചൂടുണ്ടാവാൻ പാടില്ല. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കണം ടെമ്പറേച്ചർ. പനി ഉണ്ടാവാൻ പാടില്ല. ചൂട് കൂടി മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ് സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ. ഹീമോഗ്ലോബിൻ ഇറ്റ് ഷുഡ് ബി അബവ് 12.5 gram per deciliter. HB ലെവൽ 12.5 gram per DL ആയിരിക്കണം. ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് പരിശോധിച്ച് 11 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു വിടുമെങ്കിലും ട്രാൻസ്മിഷന്റെ കേസ് വരുമ്പോൾ 12.5 gram per DL മേലെ HB. Meal donor shall not be fasting before the blood donation or observing fast during the period of donation, and last meal should have been taken at least 4 hours prior to donation. ഫാസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഡോണർ ഫാസ്റ്റിംഗ് ആയിരിക്കരുത്. ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്നലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരാളെ സെലക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് കഴിച്ച ആഹാരം 4 മണിക്കൂറിന് മുമ്പായിരിക്കും. അതായത് ആഹാരം കഴിച്ച ഉടനെ നമ്മൾ പൊതുവെ ബ്ലഡ് എടുക്കുന്നത് പ്രിഫർ ചെയ്യാറില്ല. ആൽക്കഹോൾ ഡോണർ ഷാൽ നോട്ട് ഹാവ് കൺസ്യൂംഡ് ആൽക്കഹോൾ ആൻഡ് ഷോ സൈൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ ബിഫോർ ദ ബ്ലഡ് ഡൊണേഷൻ. അത് നമുക്ക് ചിന്തിക്കാവുന്നല്ലോ. ആൽക്കഹോൾ കഴിച്ചിട്ട് ആൽക്കഹോൾ കഴിച്ചതിന്റെ ലക്ഷണത്തോടുകൂടി വരുന്ന സൈൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ അങ്ങനെ വരുന്ന ഒരാളെയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോണർ ഷാൽ നോട്ട് ബി എ പേഴ്സൺ ഹാവിംഗ് റെഗുലർ ഹെവി ആൽക്കഹോൾ ഇൻടേക്ക്. അതേപോലെ റെഗുലർലി ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ഡെയിലി ആൾ ആൽക്കഹോൾ എടുക്കുന്നുണ്ട് ഇത്ര അളവിൽ, അങ്ങനെയുള്ള ആളുടെ ബ്ലഡ് നമ്മൾ പ്രിഫർ ചെയ്യത്തുള്ളൂ. പ്രഗ്നൻസി ആൻഡ് റീസെന്റ് ഡെലിവറി ഡിഫർ ഫോർ 12 months ആഫ്റ്റർ ഡെലിവറി. പ്രഗ്നന്റ് വുമന്റെ ബ്ലഡ് ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. ഡെലിവറി കഴിഞ്ഞും 12 months, അതായത് 1 വർഷം കഴിഞ്ഞ് നമ്മൾ പിന്നെ ബ്ലഡ് എടുക്കാറുള്ളൂ. കാരണം ഡെലിവറി ടൈമിൽ അവർക്ക് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അബോർഷൻ ഡിഫർ ഫോർ 6 months ആഫ്റ്റർ അബോർഷൻ. ഒരു ലേഡി നേരത്തെ പറഞ്ഞാൽ പ്രഗ്നന്റ് ആണെങ്കിൽ ബ്ലഡ് എടുക്കാറില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം കൊണ്ട് ഡെലിവറി വരെ ആയില്ല, അബോർഷനായി പോയെങ്കിലും 6 months കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ഡൊണേഷന് പോകാൻ പാടുള്ളൂ. ബ്രസ്റ്റ് ഫീഡിങ് ഡിഫർ ടോട്ടൽ പീരീഡ് ഓഫ് ലാക്ടേഷൻ. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കേസിൽ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു അമ്മയിൽ നിന്ന് ഒരിക്കലും ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് സ്വീകരിക്കാൻ പാടില്ല. മെൻസ്ട്രേഷൻ ഡിഫർ ഫോർ ദ പീരീഡ് ഓഫ് മെൻസ്ട്രേഷൻ. ഒരു ലേഡി മെൻസ്ട്രേറ്റിംഗ് പീരീഡിലാണ് വരുന്നതെങ്കിൽ ആ മെൻസ്ട്രസ് കഴിഞ്ഞിട്ട് വരാൻ നമ്മൾ പറയുന്നത് 7 days കഴിഞ്ഞ് വരാൻ പറയും. പിന്നെ നോൺ സ്പെസിഫിക് ഇൽനസ്, എന്തെങ്കിലും ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ല. സർജറി ഉടനെ ഒരു സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സർജറി കഴിഞ്ഞിട്ടേ ഉണ്ടെങ്കിലും നമ്മൾ 6 months വരെ ബ്ലഡ് എടുക്കാറില്ല. റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും കാർഡിയോവാസ്കുലർ സിസ്റ്റം സംബന്ധിച്ച് ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിലും ഒന്നും നമ്മൾ ബ്ലഡ് എടുക്കാറില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ജയിലിലൊന്നും താമസിക്കുന്ന വ്യക്തി, അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു സെന്ററിലൊക്കെ കൊണ്ടാക്കിയേക്കുന്ന അങ്ങനത്തെ വ്യക്തി ആകാൻ പാടില്ല. 18 to 65 ഇടയിലുള്ള ഏജ് ഗ്രൂപ്പ് ആയിരിക്കണം. മിനിമം 45 kg വെയിറ്റ് വേണം. സ്ത്രീ ആണെങ്കിൽ 4 മാസത്തിന് ഉള്ളിൽ ബ്ലഡ് കൊടുത്തിട്ടുണ്ടാവാൻ പാടില്ല. പുരുഷനാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ബ്ലഡ് കൊടുത്തിട്ടുണ്ടാവാൻ പാടില്ല. ബ്ലഡ് പ്രഷർ
100 to 140 mmHg systolicum, 60 to 90 mmHg diastolicum without medication. Pulse 60 to 100 beats per minute റേഞ്ചിൽ നിൽക്കണം. ഫെബ്രുവരി ആയിരിക്കണം. പനിയോ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹൈറ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. HB 12.5 gram per DL മേലെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഉടനെ എടുക്കില്ല, ഒരു 4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം. അതേപോലെ ഫാസ്റ്റിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിലോ ബ്ലഡ് എടുക്കില്ല. ഡെയിലി ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എടുക്കില്ല. ലോങ് ടേം ആൽക്കഹോളിസത്തിന് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല. അതുപോലെ തന്നെ സയൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ കാണിക്കുകയാണെങ്കിലും എടുക്കില്ല. പിന്നെ ഈ മെൻസ്ട്രേഷൻ വുമൺ ആണെങ്കിൽ നമ്മൾ എടുക്കില്ല. പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ എടുക്കില്ല. ഡെലിവറി കഴിഞ്ഞ് 1 വർഷം വരെ എടുക്കില്ല. അബോർഷൻ കഴിഞ്ഞ് 6 മാസം വരെ എടുക്കില്ല. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലഡ് എടുക്കില്ല. വേറെ എന്തെങ്കിലും തരം സ്പെസിഫിക് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല. സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും സർജറി കഴിഞ്ഞാണെങ്കിലും 6 months വരെ എടുക്കില്ല. റെസ്പിറേറ്ററി കാർഡിയോവാസ്കുലർ അത്തരത്തിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ബ്ലഡ് എടുക്കില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ പോകുമ്പോൾ ഇത്ര ക്ലിക്കലായിട്ട് ചിലപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചു വരില്ല, എത്ര നേരം മുമ്പ് ഫുഡ് കഴിച്ചു അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആ പ്രോട്ടോകോളാണ് ഇങ്ങനെ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.